നമസ്കാരം. നാളത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ശുഭപ്രതീക്ഷകളോടെ പുതിയൊരു മാസം ആരംഭിക്കുകയാണ്. ഓരോ മാസത്തിലും ഓരോ പ്രതീക്ഷകൾ ഏവരും വച്ച് പുലർത്തുന്നവർ തന്നെയാണ്. എന്നാൽ ഈ പുതിയ മാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അത് ആ വീടിന് ഐശ്വര്യം കൊണ്ടുവരുന്നതാണ്. നിത്യവും കണി കാണുന്നവർ തന്നെയാണ് പലരും. നിത്യവും ചില വസ്തുക്കൾ കണി കാണുന്നത് ആ ദിവസം ഏറ്റവും അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരവുമാണ്. എന്നാൽ ഞാൻ ഈ പരാമർശിക്കുന്ന കണികൾ നാളെ കാണുവാൻ സാധിക്കുകയാണ് എങ്കിൽ അത് ആ മാസം മുഴുവൻ ശുഭകരമായി ഭവിക്കുന്നതിനും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിനും സഹായകരമാണ്. അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നാളത്തെ ദിവസം നിലവിളക്ക് തെളിഞ്ഞിരിക്കുന്നത്, അതായത് പൂജാമുറിയിൽ നിലവിളക്ക് തെളിഞ്ഞിരിക്കുന്നത് കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത്. ആ വീടുകളിൽ ഐശ്വര്യവും ഉയർച്ചയും കടന്നു വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിനാൽ നിലവിളക്ക് കാണുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. മറ്റൊന്ന് ഇഷ്ടദേവതയുടെ ചിത്രം അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ ചിത്രമാണ്. ഈ ചിത്രങ്ങൾ നിങ്ങൾ കാണുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവതയുടെ ചിത്രമാണ് എങ്കിലും നാളെ കണി കാണുന്നത് ആ വീടുകളിൽ ഐശ്വര്യം കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. തീർച്ചയായും ആ കാര്യത്തിന് പ്രാധാന്യം നിങ്ങൾ നൽകുക. മറ്റൊന്ന് പ്രകൃതിയാണ്. പലർക്കും ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ കണി കാണുവാൻ സാധിക്കണം എന്നില്ല. അപ്രകാരമുള്ള വ്യക്തികളാണ് എങ്കിൽ നാളെ പ്രകൃതിയെ കണി കാണുന്നതും ആകാശം കണി കാണുന്നതും ഏറ്റവും ശുഭകരമാണ്. ഉണർന്ന് ആദ്യ 24 മിനിറ്റിനുള്ളിൽ കണി കാണുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇപ്രകാരം കണി കാണുന്നതിലൂടെ ആ വീടുകൾക്ക് ഉയർച്ച വന്നു ചേരും. പ്രധാനമായും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ, പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായി തീരും എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ പശുവിനെ കണി കാണുന്നതും വളർത്തു മൃഗങ്ങളെ കണി കാണുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ്. പണം, സ്വർണം എന്നിങ്ങനെയുള്ള വസ്തുക്കൾ കണി കാണുന്നതും ഫലവർഗങ്ങൾ കണി കാണുന്നതും അതീവ ശുഭകരം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ കണി കാണുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. മറ്റൊരു കാര്യം, ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങൾ കണി കണ്ട് ലഭിക്കുന്നതായ ഈ അനുകൂലമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ അനുകൂലമായ കാര്യങ്ങൾ പോലും തടസ്സപ്പെടുത്തുന്നതായ കണികളുണ്ട്. ഈ കണി നിങ്ങൾ നിത്യവും കാണുന്നത് പോലും ദോഷകരമാണ്. അത് ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തേത് നിഴലാണ്. നിങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ നിഴൽ ഉണർന്ന് ആദ്യ 24 മിനിറ്റിൽ കണി കാണുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല. നെഗറ്റീവ് ഊർജം വർദ്ധിക്കുകയോ ചില തിരിച്ചടികൾ, ഭാഗ്യം ചില കാര്യങ്ങളിൽ നഷ്ടമാകുന്നതായ സാഹചര്യങ്ങളോ കടന്നു വരാം. ചില തർക്കങ്ങളോ അല്ലെങ്കിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ ചില കാര്യങ്ങളോ ആ മാസം നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതാണ്. മറ്റൊരു കാര്യം, പൊട്ടിയ വസ്തുക്കളാണ്. അത് നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അവ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും ഇവ കണി കാണുന്നതോ വീടുകളിൽ സൂക്ഷിക്കുന്നതോ ശുഭകരമല്ല എന്നാണ് പറയുക. പ്രത്യേകിച്ചും കണ്ണാടി പോലുള്ളവ ഒരിക്കലും പൊട്ടിയതാണ് എങ്കിൽ വീടുകളിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ അവയിൽ മുഖം നോക്കുന്നത് ശുഭമല്ല എന്നതാണ് വാസ്തവം. പ്രത്യേകിച്ചും ഉണർന്ന് എണീറ്റ ഉടനെ കണ്ണാടിയിൽ നോക്കുന്നത് ശുഭകരമല്ല. 24 മിനിറ്റിന് ശേഷമാകാം എന്നാണ് പറയുക. കൂടാതെ നിങ്ങൾ കിടക്കുന്നത് കണ്ണാടിയിൽ കാണുന്നതും അഥവാ പ്രതിബിംബം കണ്ണാടിയിൽ കാണുന്നത് ശുഭകരമായ കാര്യമല്ല. അതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഉണർന്ന് ആദ്യ 24 മിനിറ്റിൽ ദേഷ്യം നിങ്ങൾ കഴിവതും കുറയ്ക്കുവാൻ ശ്രമിക്കണം. ദേഷ്യം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പല തെറ്റായ ചിന്തകൾ
പലരുടെയും മനസ്സിലേക്ക് കടന്നു വരാം. നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും ആ മാസം മുഴുവൻ അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിനും കാരണമായി തീരും. അതിനാൽ അത്തരം ചിന്തകൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കുക. മോശം വാർത്തകൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. മോശമായ വാർത്തകൾ തുടങ്ങിയ കാര്യങ്ങൾ ആദ്യ 24 മിനിറ്റിൽ കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നത് ശുഭകരമല്ല. അതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം. ഇനി പരാമർശിക്കാനായി പോകുന്നത് ചില തെറ്റുകളെ കുറിച്ചാണ്. നാളെ ഈ തെറ്റുകൾ ചെയ്യുന്നത് ആ വീടുകൾക്ക് ദോഷമായി ഭവിക്കും. ആ മാസം നിങ്ങൾക്ക് പ്രതികൂലമായി തീരുന്നതിനോ ചില തിരിച്ചടികളോ വേദനകൾ നൽകുന്നതായ ചില കാര്യങ്ങളോ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. അതിനാൽ ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ആദ്യത്തേതായ കാര്യം കടം വാങ്ങരുത് എന്ന കാര്യമാണ്. കടം വാങ്ങാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കടം വാങ്ങുന്നത് ഇന്നേ ദിവസം വാങ്ങുന്നത് ശുഭമാകുന്നതല്ല. അതിനാൽ ഒരു ദിവസം കഴിഞ്ഞ് വാങ്ങുന്നതായിരിക്കും ശുഭം. തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ് എങ്കിൽ ആകാം. അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ശ്രമിക്കുക. മറ്റൊന്ന് കുളിക്കാതിരിക്കരുത് എന്ന കാര്യമാണ്. അതിരാവിലെ ഇന്നേ ദിവസം കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിച്ച് നാമങ്ങൾ ജപിക്കുന്നതും ശേഷം ക്ഷേത്ര ദർശനം നടത്തുന്നതും ഇരട്ടി ഫലദായകമാണ് എന്ന കാര്യവും പ്രത്യേകം ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം കറുത്ത വസ്ത്രം പോലുള്ളവ ഒഴിവാക്കുന്നതാണ് ഉത്തമം. മുഷിഞ്ഞ വസ്ത്രം ഇന്നേ ദിവസം ധരിക്കുകയോ വീടുകളിൽ സൂക്ഷിക്കുകയോ പാടുള്ളതല്ല. മുഷിഞ്ഞ വസ്ത്രങ്ങൾ അത് ശുദ്ധിയാക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും കൂട്ടിയിടാൻ പാടില്ല. ഇനി അഥവാ കൂട്ടിയിട്ടിട്ടുണ്ട് എങ്കിൽ തന്നെ ഇന്നേ ദിവസം അത് ശുദ്ധിയാക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. തലേ ദിവസം തന്നെ ചെയ്യുവാൻ പ്രത്യേകം ഏവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ സംഭവിച്ചു എന്ന് വരാം. തന്മൂലം നിങ്ങൾ പ്രതികരിക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. എന്നാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭം എന്ന കാര്യം ഓർക്കുക. അത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. കയ്പേറിയ വസ്തുക്കൾ ഇന്നേ ദിവസം വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ശുഭകരമായ കാര്യമല്ല. അതിനാൽ ഇന്നേ ദിവസം വാങ്ങി വയ്ക്കാം. എന്നാൽ 1-ാം തീയതി വാങ്ങരുത് എന്ന കാര്യം ഓർക്കണം. അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് വാങ്ങുന്നതാണ് ഏറ്റവും ശുഭകരം. എന്നാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും മധുരം, ഉപ്പ്, ഫലങ്ങൾ എന്നിവ വീടുകളിൽ കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാണ്. അരി, തേൻ എന്നീ വസ്തുക്കളും നിങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ അത് ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. നാളെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, വീടുകളിൽ തീർച്ചയായും ഏവരും വിളക്ക് തെളിയിച്ച് നാമങ്ങൾ ജപിക്കണം എന്ന് തന്നെയാണ്. സാധിക്കുന്നവരാണ് എങ്കിൽ നാളെ പായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. നേദ്യമായി നൽകുക. അതിനുശേഷം കുടുംബാംഗങ്ങൾ ഏവരും അത് സേവിക്കുന്നതും ശുഭകരമാകുന്നു. സന്ധ്യയ്ക്കോ അതിരാവിലെയോ ചെയ്യുക. അല്ലെങ്കിൽ മധുരപലഹാരങ്ങളാണ് എങ്കിലും ഫലങ്ങളാണ് എങ്കിലും നാളത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാണ്. ഈ കാര്യങ്ങൾക്കും നാളെ പ്രാധാന്യം നൽകണം. പല വിധത്തിലും തെറ്റായ ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. തീർച്ചയായും അവ പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഏതൊരു കാര്യത്തിലും നിയന്ത്രണം ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായ ഒരു സമയം കൂടിയാണ് നാളെ. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും.